ആമസോൺ ഹോളാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ നാളായി, ഏകദേശം ഒരു 3 വീക്സ് ബിഫോറാണ് മേടിച്ചത്. പനി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കി, അല്ലാതെ പ്രോഡക്റ്റ്സ് ഞാൻ പൊട്ടിച്ചില്ല. സോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. അസുഖമൊക്കെ മാറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം പോയി. അപ്പം ഇനിയും എടുത്തില്ലെങ്കിൽ എനിക്കിതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പാണ്. കണ്ടോ, ഫസ്റ്റ് നമുക്ക് ചെറിയ ബോക്സ് ഇരിക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഷെറ്റ്സിൻ്റെ ബോഡി ലോഷനാണ്. ടീ ട്രീ ആൻഡ് ലാക്റ്റിക് ആസിഡ്. എനിക്കെന്ന് വെച്ചാൽ രണ്ട് കൈയിലും ചിക്കൻ സ്കിൻ ഉണ്ട്, അതായത് ചെറിയ ബംസ് ഇല്ല, അതുണ്ട്. അപ്പം അതിന് ഈ ലാക്റ്റിക് ആസിഡുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ട് കുറേ നാൾ, സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ്സ് ഞാൻ ഓരോന്നും ഒരു 2 വർഷം കൊണ്ട് എൻ്റെ കാർട്ടിലിട്ട് വെച്ച് ഫൈനലി മേടിച്ചതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 രൂപയാണ്. എനിക്ക് ഓഫറിൽ കിട്ടിയത്. ഞാനെല്ലാം ഓഫർ നോക്കി മേടിച്ച്. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ്, ടീ ട്രീ ഓയിലും പിന്നെ 1% സാലിസിലിക് ആസിഡ് ഉണ്ട്. പിന്നെ ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്. 10% ലാക്റ്റിക് ആസിഡ് ഉണ്ട്. 200 ml ആണ്. ഡെർമറ്റോളജിസ്റ്റ് ഫോർമുലേറ്റഡ് ആണ്. സോ അൺഈവൻ സ്കിൻ ടോൺ എന്നൊക്കെ പറഞ്ഞാൽ അവർ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. സോ അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇതാണ്. അടുത്തത് ഒരു ടോണറാണ്. ടോണർ നമ്മളുടെ പ്ലമ്മിൻ്റെ മറ്റേ റോസ് വാട്ടർ ടോണറാണ്. ഇതിന് വായിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ബൾഗേറിയൻ വാലി വിത്ത് ഹൈലറോണിക് ആസിഡ്. ഇതിൻ്റെ പ്രൈസ് 225 രൂപയാണ്. ഇത് അതായത് ഞാൻ മേടിച്ചേക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് കുറച്ച് വിലക്കുറവ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും എല്ലാ പ്രോഡക്റ്റ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് 100 ml ആണ് കേട്ടോ. 100 ml ആണ് 225 റുപ്പീസ് വരുന്നത്. സോ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിത് പൊട്ടിച്ച് നോക്കുന്നത്. മറ്റേത് പൊട്ടിച്ചില്ലേ? അങ്ങനെയുണ്ട്. കത്രി എനിക്ക് ഞാനിങ്ങനെ അവിടെ വരെ പോകണമെന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ പൊട്ടിച്ച് കാണിക്കാവേ. Oh my God. നോ ഹാംഫുൾ കെമിക്കൽസ്, റീസൈക്കിൾ വിത്ത് 100% വീഗൻ ആണ്. പാരബൻസ്, ഫാലാക്ടേറ്റ്സ്, അതർ സോറി ഗൈസ്, എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സോ ഇത് കണ്ടോ, കൊള്ളാം കേട്ടോ. ഫ്രാഗ്രൻസ് ഉണ്ട്, ചെറിയൊരു റോസിൻ്റെ സ്മെല്ലുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതൊന്ന് പൊട്ടിക്കാതെ. സൂപ്പർ. സൈഡിലൊക്കെ ഒരു കെമിക്കൽ സ്മെല്ലുണ്ട്. ടീ ട്രീയുടെ സ്മെല്ലാന്ന് തോന്നുന്നു. ഞാൻ മുന്നേ ടീ ട്രീ ഉപയോഗിച്ചിട്ടില്ല. സോ ഹാമല്ല കേട്ടോ. നമ്മുടെ ഈ പുൽത്തൈലത്തിൻ്റെ ഒക്കെ ഒരു മണമല്ലേ, അതേപോലത്തെ ഒരു മണം. കൊള്ളാം കേട്ടോ. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പം വലിയ പാക്കറ്റാണ് ഉണ്ട്. ഓൾറെഡി അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 ഗ്രാം. പക്ഷേ ഞാൻ ആ 30 ഗ്രാം കണ്ടില്ല. അത്രയും വലിയ പ്രോഡക്റ്റ് കാണിച്ച് ഞാൻ പ്രൈസ് നോക്കിയപ്പം എത്രയായിരുന്നു? 250 രൂപയാണ്. എന്ന് വെച്ചാൽ വലിയ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് വന്ന് പൊട്ടിച്ച് നോക്കിയപ്പം ഇത് ഉപയോഗിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. പൊട്ടിച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയിനാണ് 250 രൂപ. ഇത് ഭയങ്കര സൂപ്പറാണ്. ഒരുപാട് നാളായില്ലേ, കുറേ നാളായില്ലേ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട്. സോ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മോയ്സ്ചറൈസറും ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മേടിച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിലില്ല. മേക്കപ്പ് ഉണ്ട്, സ്കിൻ കെയർ ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മേടിച്ചത് സെറ്റഫിലിൻ്റെ ഡാം ഡെയിലി അഡ്വാൻസ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ലോഷനാണ്. കണ്ടിന്യൂസ്ലി ട്രൈ സെൻസിറ്റീവ് സ്കിന്നാണ്. സോറി ഗൈസ്, എൻ്റെ കാല് തട്ടി ട്രൈ പോകുന്നത്. ഷിയ ബട്ടർ എസെൻഷ്യൽ വിറ്റമിൻസ് B3 ആൻഡ് പ്രോ വിറ്റമിൻ B5. 30 ഗ്രാം ആണ്. സ്കിൻ സെൻസിറ്റിവിറ്റി 5 സൈൻസ്. അതാണ് കേട്ടോ ഈ സാധനം.
30 ഗ്രാമേ ഉള്ളൂ. ഇതെനിക്ക് എടുക്കാനേ വിഷമമാണ്. ഇച്ചിരി ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ എടുക്കുക. ശരിക്കും ഒരു മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. നമ്മൾ ഓയിൽമെൻ്റൊക്കെ തേക്കത്തില്ലേ, ചെറിയൊരു സ്മെല്ലുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മണമായിരിക്കും ഇത്. അത്യാവശ്യം സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രൈ സ്കിൻ അല്ല, നേരത്തെ എൻ്റെ ഡ്രൈ സ്കിൻ ആയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ അത്യാവശ്യം ഓയിലിയാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണ്. അതായത് എനിക്ക് ഇത്രയും ഭാഗം ടീ സോണാണ് ഫുള്ള് ഓയിലിയും, ബാക്കി ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പക്ഷേ ഇപ്പം അത്യാവശ്യം ഓയിലിയാണ്. പക്ഷേ ഇത് ഡ്രൈ ആവുന്ന സ്കിന്നിനുള്ളതാണ്. എന്തായാലും ഞാൻ ഇവരുടെ പ്രോഡക്റ്റ്സ് നോക്കിയത് എനിക്ക് ഇതാണ് മേടിക്കാൻ തോന്നിയത്. നോക്കാം. ഒരു ചെറിയ മരുന്നിൻ്റെ മണം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞാൽ ഇതിൽ 250 30 ഗ്രാം ഓഫ് പ്രോഡക്റ്റ്. പക്ഷെ ഉപയോഗിച്ച് നോക്കാം. പെൻ, ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക് നമുക്ക് പിന്നെ കാണിക്കാവേ. അത്രയും വലിയ ബോക്സാണ്. പ്രോഡക്ട്സ് നമുക്ക് ലാസ്റ്റ് കാണിക്കാവേ. സോ ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആണ്. ഇത് ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ്, പ്രോബയോട്ടിക്സ് 5 എസെൻഷ്യൽ സെറാമൈഡ്സ്, ഹൈലറോണിക് ആൻഡ് റൈസ് വാട്ടർ, സോപ്പ് ആൻഡ് സൾഫേറ്റ് ഫ്രീ, ഡെർമ ടെസ്റ്റഡ്, നോർമൽ, ഡ്രൈ, സെൻസിറ്റീവ് സ്കിന്നിനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് ഉണ്ട് 249. ഇത് 100 ml ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് കൈ കഴുകാൻ വയ്യ. ഞാൻ പിന്നീട് ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാവേ. ഇത് 100 ml ആണ് കേട്ടോ. എത്രയുണ്ട് കൈയുടെ എത്രയുണ്ട്? അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. യൂസ് ചെയ്തിട്ട് ഞാനിത് പറയാം കേട്ടോ. എനിക്കൊരു സ്മെല്ല് വേണമെങ്കിൽ ഞാൻ പറയാം. കണ്ടു, ഇതൊരു നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. പിന്നീട് ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ നന്നായിട്ട് കാണിക്കാം. അപ്പോൾ അതായി. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് കാണിച്ചു, ബോഡി ലോഷൻ കാണിച്ചു, ടോണർ കാണിച്ചു, പിന്നെ മോയ്സ്ചറൈസർ കാണിച്ചു. ഇനിയുള്ളത് ലിപ് ബാമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് നിവ്യയുടെ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഏകദേശം തീർന്നു കണ്ടോ. ഇനി ഇത്രയും കൂടി സത്യത്തിനകത്ത് ഇത് കുഴിഞ്ഞു. ഇതോടെ തീർത്തിട്ട് ഇത് ഉപയോഗിക്കത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്ക് ഉപയോഗിക്കാമല്ലോ ഇനി. അപ്പം ഇത് നിവ്യയുടെ പോമഗ്രാനേറ്റ് ഷെയ്ഡാണ്. ഇത് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് വർഷം, അതായത് ഒരുപാട് വർഷമല്ല, സ്കിൻ കെയറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ. ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി ലിപ് ബാമാണ്. ബിഗിനേഴ്സിന്, അതായത് ആദ്യമായിട്ട് ഒരു ലിപ് ബാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ നിങ്ങൾക്കിത് കടകളിൽ കിട്ടും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഫാൻസി ഷോപ്പുകളിലൊക്കെ കിട്ടും. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ പ്രൈസ് കുറവ് കിട്ടും. ബിക്കോസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 എങ്ങാണ്ടാണ് സംതിങ്. ഓഫറിന് കിട്ടും. കടയിലാണെങ്കിൽ നമുക്ക് ഓഫറിന് കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് ലിപ് ബാം വിറ്റമിൻ സി ആൻഡ് ഇ ആണ്. SPF 30 ഉണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ ചൂട് കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. സോ ഞാൻ ഓൾറെഡി ഇപ്പോൾ ലിപ് ബാം ചെയ്തിട്ടുള്ളൂ ഉണ്ടോ. അപ്പോൾ എനിക്കിത് ഇട്ട് നോക്കാനുള്ളൊരു മൂടില്ല. എല്ലാം മൂടില്ല എന്ന് പറയുന്നത് സർപ്രൈസ്. ഇതിൻ്റെ പ്രൈസ് 249 ഇതും 112 ഗ്രാം പ്രോഡക്റ്റ് ആട്ടോ അവിടെ. ഇതൊരു റെഡ് കളർ കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നോക്കാം. കണ്ടോ, സ്ട്രോബെറിയുടെ മണമാണ്. ചെറി പോപ്പ് എന്നാട്ടോ ഷെയ്ഡ്. അത്യാവശ്യം കണ്ടോ ഇങ്ങനെ ചെറിയൊരു ഒട്ടലുണ്ട് കേട്ടോ. ഇതിന് ഒട്ടലില്ല, പക്ഷേ ഇതിനൊരു ഒട്ടലുണ്ട്. ഗ്ലോസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇനി എന്തായാലും പോകുന്ന വീഡിയോസിനകത്തൊക്കെ ഞാൻ ഈ സെയിം പ്രോഡക്റ്റ്സ് ആക്കി ഉപയോഗിക്കാം. ബിക്കോസ് ഇതൊക്കെ തീർച്ചയായിട്ടും അടുത്ത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാതെ. ടോണർ എനിക്ക് അപ്ലൈ ചെയ്യാൻ തോന്നിയായിരുന്നു, അതുകൊണ്ടാണ്. നെക്സ്റ്റ് സിറംസ്. ഈ സിറം എന്ന് പറഞ്ഞാൽ ഇത് മിനിമലിസ്റ്റിൻ്റെ ആൽഫ കാർബൺ. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുണ്ട്, ഇതിനകത്ത് ഒരു തുള്ളിയുണ്ട്. പിന്നെ അതിന് മുന്നേ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് തീർന്നു. ഇതിപ്പോൾ നിയാസിനമൈഡിൻ്റെ 0.5% സിറമും ഇത് ആൽഫ ആർബുട്ടിൻ സിറം. ഇത് സത്യത്തിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ട്സിൽ എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ഇവിടെയൊക്കെ കണ്ട് കുറച്ച് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് മാറും. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ഇവിടുത്തെയൊക്കെ ഈ ഡിസ്കളറേഷൻ മാറിയിട്ട് ഒരു ഈവൻ സ്കിൻ ആവും. അതാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൽഫ ആർബുട്ടിൻ യൂസ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞത് ഒരു 1-2
വർഷം ഞാൻ അത് ഉപയോഗിക്കാൻ പറയുന്നത്. അത് സൂപ്പർ സാധനം, കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ്. മാക്സിമം സീറം ഒക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതെന്ന് വെച്ചാൽ അത് അത്യാവശ്യം ഓയിലാണ്, ഒരു ഓയിലാണ് സത്യം പറഞ്ഞാൽ. അത് കുറച്ച് നേരം കഴിഞ്ഞ് അത് കിടക്കുന്നതിന് ഒരു 1 hour ബിഫോർ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ കിടക്കുമ്പോൾ നമ്മുടെ പില്ലോയിൽ ബെഡ്ഷീറ്റൊന്നും ആവത്തില്ല. ഇച്ചിരി ലോങ് വീഡിയോ ആണേ. അപ്പോൾ ഇത് നമ്മൾ നല്ല സാധനമാണ്. റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ഇതാ ആൽഫ അർബുട്ടിന് 549, നിയാസിനിമേഡിന് 599, രണ്ടും വിലക്കുറവ് തന്നെ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ, അതായത് 3 months, 1 month, 2 month, 3 month, 4 month, 5 month, 6 month അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡക്ട്സ് എല്ലാം 3 months സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതാണ്, നിങ്ങൾ എൻ്റെ മുന്നിലത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. സാധനം ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊട്ടിക്കുന്നില്ലേ, പൊട്ടിച്ച് കാണിച്ചു തരാം. യൂസ് ചെയ്യുന്നില്ല, നൈറ്റ് അല്ലേ, അപ്പോൾ എനിക്കിനി ഇതെല്ലാം പൊട്ടിച്ച് മുഖത്ത് മാറി. ഇവിടെ പാക്കേജിങ് സൂപ്പർ കേട്ടോ, ബിക്കോസ് ഇത് 2 പാക്കറ്റിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതുണ്ട്, ഇത് നല്ല കട്ടിയുള്ള പാക്കാണ്. ഇത് ഇവിടെ വരെ ഉണ്ട് പ്രോഡക്റ്റ്. നമ്മളൊരു 2-3 ഡ്രോപ്സ് എടുത്താൽ മതി. കണ്ടോ, അതിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തുവാ, കുറച്ച് ആൾക്കാരുടെ കോഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ഡോട്ട്സ് ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന്, അതായത് നമ്മൾ ഏത് പ്രോഡക്റ്റിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അത് കൊടുത്തിട്ടുണ്ട്. ഹൗ ടു യൂസ്, അതായത് ക്ലെൻസർ, ടോണർ കഴിഞ്ഞിട്ടാണ് സിറം യൂസ് ചെയ്യേണ്ടത്. അതിന് ശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും വരും. അതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിനിമൈഡ് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ബിഫിഡ ഫെർമെൻറ്റ് പ്ലസ് ഓട്ട് എക്സ്ട്രാക്റ്റ് പ്ലസ് ഹൈലറോണിക് ആസിഡ്, ക്ലിയർ ഹീൽസ് ആൻഡ് സൂത്ത് സ്കിൻ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ്. അത് ഇങ്ങനെ ഹൈഡ് നത്തിങ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നേരത്തെ ഉള്ള സാധനം തന്നെ കേട്ടോ, എല്ലാത്തിനകത്തല്ല, വ്യത്യാസമൊക്കെ ഉണ്ട്. അമ്മേ എനിക്ക് ബ്ലാക്ക് ബോട്ടിലായതുകൊണ്ടേ സത്യത്തിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് കുറേ നാൾ നിൽക്കും. ഇതും റേറ്റ് പറഞ്ഞായിരുന്നല്ലോ, 599 ആണ്, 549 തന്നെ. ഇതിനകത്തും വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഫെറൂലിക് ആസിഡ് ഉണ്ട്, വിത്ത് ബ്യൂട്ടി വായിക്കാൻ പറ്റില്ല. 2% ആണ്. ഇപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞാൽ ഈ ഔട്ട്ഫിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പം ഈ സമയത്ത് യൂസ് ചെയ്തേണ്ട മെയിൻ സാധനമാണ് സൺസ്ക്രീൻ. ഇത് LA ഷീൽഡിൻ്റെ ഫിസിക്കോ മാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ്. എൻ്റെ ഒരു ചേച്ചി, പ്രിയങ്ക ചേച്ചി യൂസ് ചെയ്തത് ഈ സൺസ്ക്രീനാണ് കേട്ടോ മുന്നേ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ആ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഓയിലി ആയിട്ട് ഫീൽ ചെയ്തത്, ഭയങ്കര മാറ്റ് ഫിനിഷാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പം അതുണ്ട് ഓൾറെഡി. പക്ഷേ അത് SPF 30 or 40 എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ഇത് SPF 50+ ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രൈസ് എല്ലാവരും നല്ല പ്രൈസ് 650 രൂപ. സോ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മൾ 50 gram പ്രോഡക്റ്റ് ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് അപ് ടു 8 hours ഉണ്ട്. കെമിക്കൽ ഫിൽട്ടർ ഫ്രീ ആണ്. SPF 50+, PA ++ ആണ് കേട്ടോ. മുന്നേ ഞാൻ യൂസ് ചെയ്തത്, ഇതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്തത് ലാക്ടോ കലാമിൻ്റെ ആയിരുന്നു. ഫിസിക്ക ഭയങ്കര വിലയല്ലേ. ഓരിയല്ല, കണ്ടോ, അത്രയും ഭാഗം മാത്രം മാറ്റായി. കൊള്ളാം കണ്ടോ, അറിയുന്നേ ഇല്ല. സോ ഞാൻ നേരത്തെ ഉപയോഗിച്ച ലാക്ടോ കലാമിനാണ്. എൻ്റെ പൊന്നെ, എന്തൊരു മാറ്റവും അതിന്. മരുന്നിൻ്റെ മണവുമാണ്, അത് ഭയങ്കര ഓയിലിയാണ്. പിന്നെ നമ്മുടെ സ്കിൻ, അതായത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ അത് ഡള്ളാക്കും. സത്യത്തിൽ അങ്ങനെ ഇരിക്കുന്ന സൺസ്ക്രീനാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്കിഷ്ടം, ഞാൻ കയ്യിൽ കാലം പോയിട്ട് ഇത്രയും വെയിലത്തും 2 wheeler ഓടിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഒരു സ്കിൻ കെയർ യൂസ് ചെയ്യാറില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ പനി കൂടെ വന്ന സമയത്ത് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വെയിലത്ത് ഞാൻ എല്ലായിടത്തും വണ്ടിയിൽ പോകും, കോട്ടിടും, എത്ര ഉള്ളായിരുന്നു, ഒന്നും ഇടത്തില്ലായിരുന്നു. തൊട്ട് ഇതൊക്കെ ചെയ്യണം. സെൽഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സർവൈവ്. അതിൻ്റെയൊക്കെ പേപ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ സ്കിൻ കെയർ. ഞാൻ എല്ലാ പ്രോഡക്ട്സും നോക്കിയാണ് മേടിച്ചത്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യേണ്ടതുകൊണ്ടാണ് മേക്കപ്പ് പ്രോഡക്ട്സ് മേടിച്ചത്. ഫസ്റ്റ് തന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. ഇത് ഫുള്ള് ഷിമേഴ്സ് ഷെയ്ഡാണ്, അതായത് അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 499 രൂപയാണ്. എത്ര ഷെയ്ഡുണ്ട്? 1 2 3 4 5 10 ഷെയ്ഡുണ്ട് കേട്ടോ. മോസി RT അങ്ങനെ പറഞ്ഞിട്ട് കൊള്ളാലി. ഐ ലൈക്ക് ദിസ്. ഇതിൻ്റെ ഷെയ്ഡ് എത്ര?
02 ആണേ. ഇതിൻ്റെ കൂടെ ഈ ബ്രഷ് വരുന്നുണ്ട്, 2 സൈഡിലും ഈ ഒരു സ്പഞ്ചുണ്ട്. ഇത് ഉറുമ്പുള്ള സ്ഥലത്തൊന്നും വെക്കൽ, ഈ സാധനം ഉറുമ്പ് തിന്നുകൊണ്ട് പോകും. ഞാനൊരു ആമസോണിൽ നിന്ന് മറ്റേ വലിയ ഹ്യൂജ് ആയിട്ടുള്ള കുറേ ബ്രഷിൻ്റെ സെറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ലെതർ പൗച്ചും ഉണ്ട്, അതിനകത്ത് ഈ സാധനം ഉള്ളതും ഉണ്ടായിരുന്നു. ആ ലെതർ പൗച്ചും ഈ സാധനം ഫുൾ ഉറുമ്പ് തിന്ന് ഹോസ്റ്റലായിരുന്നപ്പോൾ. സോ ഇതാണ് കളേഴ്സ്, കണ്ടോ, നല്ല കളേഴ്സാണ് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിഗ്മെൻറ്റ്, നല്ല പിഗ്മെൻറ്റ് കേട്ടോ, നല്ല പിഗ്മെൻറ്റ് കണ്ടോ, അടിപൊളിയാണ്. ഞാൻ റിവ്യൂ നോക്കിയിട്ട് അത്യാവശ്യം എല്ലാ പ്രോഡക്ട്സും എടുത്തേക്കുന്നത്. ഇതാണിത്, ഒരു മരുന്നിൻ്റെ മണം. ഇനി അകത്തില്ല കേട്ടോ, പാക്കേജിങ്ങിനാണ്, ഈ പാക്കിനാണ് ഒരു മരുന്നിൻ്റെ മണം. എല്ലാത്തിനും ഒരു കെട്ട മരുന്നിൻ്റെ മണം. നെക്സ്റ്റ് വന്നിട്ട് ഒരു നമ്മുടെ ഡാസ്ലറിൻ്റെ കാജലും ബ്ലാക്കും, അല്ല ബ്രൗണും വൈറ്റും ബ്ലാക്കും 3 ടൈപ്പിലെ ക്രീമി കാജലാണ് കേട്ടോ. കോൾ ഡിഫൈനർ എന്നാണ് ഇതിൻ്റെ പേര്. എനിക്കത് ഓഫറിനെല്ലാം കിട്ടിയാൽ കേട്ടോ. ഇതിന് 80 റുപ്പീസാണ് ഒരു കൊടുത്തേക്കുന്നത്. ഇതിന് 80 രൂപയാണ്. സ്മഡ്ജ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. കാജൽ വാട്ടർ പ്രൂഫ് സ്മഡ്ജ് ഫ്രീ 50 hours സ്റ്റേ, അതാണ് കേട്ടോ, ന്യൂ ലോഞ്ചാണ്. പിന്നെ ഇത് 2 ഷെയ്ഡുണ്ട്, ബ്രൗൺ ഗ്ലിറ്ററും ഒന്ന് സിൽവറുമാണ് കേട്ടോ. നമുക്ക് പൊട്ടിച്ച് കാണിക്കാം. ഇതിങ്ങനെ കോംബോ ഓഫറിലവർ ഇട്ടാണ്, എനിക്കറിയത്തില്ല. 2026 വരെ ഉള്ളത്. ആദ്യം നമുക്ക് ബ്ലാക്ക് കാജൽ. ഓൾറെഡി എൻ്റെ അടുത്തൊരു കാജലുണ്ട്, ഫേസ് സ്കാനിൻ്റെ. അത് അത്യാവശ്യത്തിന് നാളായി. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും എനിക്കറിയത്തില്ല. പൊടിയല്ലേ കർത്താവേ, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയുണ്ട്. അതായത് നമ്മുടെ കൈയുടെ ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ്. മാക്സിമം ഇല്ലേ, ഇത് ഒടിയായിരിക്കാനുള്ള ഏക മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുള്ളിയേ മുമ്പോട്ട് വയ്ക്കാവുള്ളൂ, എന്നിട്ടേ ഇടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. മാക്സിമം ചെറിയ എത്രയും ചെറുതാക്കി വെച്ചിട്ട് എഴുതാൻ പറ്റും, അത്രയും ചെറുതാക്കി. ഇപ്പോൾ മാക്സിമം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല ബ്ലാക്കാണേ, നല്ല സ്മൂത്താണ്. നമ്മൾ സ്മഡ്ജ് ഫ്രീ ഒന്നും അല്ല കേട്ടോ, മാഞ്ഞു പോകുന്നുണ്ട് കണ്ടോ. സ്മഡ്ജ് ഫ്രീ ഒന്നുമല്ല, പക്ഷെ നല്ല ബ്ലാക്കാണ്. സത്യത്തിലേ ഒരുപാട് സ്മഡ്ജ് ആവാതിരിക്കുന്നത്, സ്മഡ്ജ് ആയ കാജൽ നമുക്ക് നമ്മുടെ ഐഷാഡോ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. സ്മഡ്ജ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണം, അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ഇങ്ങനെ സ്മഡ്ജ് അല്ലാത്ത കാജൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് പോകുന്ന തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെ അടയ്ക്കുമ്പോൾ ഒക്കെ ഈ സാധനത്തേക്കുള്ളൂ. ഡ്രസ് ചെയ്യും, എനിക്കൊരു പേടി. അപ്പോൾ അത് പറയാം. നെക്സ്റ്റ് വന്നിട്ട് പൊട്ടു പൊട്ടണില്ല. ഇതിൻ്റെ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു റെഡ് കളറിൽ വരുന്ന ഇരിപ്പുണ്ട്. ഞാൻ എന്തിനാണ് മേടിച്ചത്, നമ്മുടെ വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടി. ഇത് വൈറ്റ് ആണേ, കണ്ടോ. നമ്മുടെ കണ്ണ് ഭയങ്കര വലുതായിട്ട് തോന്നാൻ വേണ്ടി വൈറ്റ് കാജൽ ഹെൽപ്പ് ചെയ്യും. ഇത് കൊള്ളാം അല്ലേ. ഇത് സ്മഡ്ജാവും കേട്ടോ, കണ്ടോ. ഈ സാധനം സ്റ്റേ ഒന്നുമില്ല, കാജലിനെ വരുന്നില്ല. ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന, അതിനകത്ത് കട്ടർ വരുന്നുണ്ട്. അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സാധനം ഇതിൻ്റെ പ്രൈസൊക്കെ എത്ര ആയിരുന്നു? എൻ്റെ പ്രൈസൊന്നും കണ്ടില്ല, അതിന് മുമ്പ് കയറി കളഞ്ഞു. ഷെറ്റ്. ഞാൻ എല്ലാ പ്രോഡക്ട്സും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ അറിയും? നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് അൺബോക്സിങ് ആയിരിക്കും. ബിക്കോസ് ഇതിന് 72 രൂപയാണ്. ബ്രൗൺസ്. ബിക്കോസ് ഞാൻ ഇത്തിരി ടയേർഡാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇത് 3 ആഴ്ചയായിട്ട് ഈ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഇരിക്കും. ഈ വീഡിയോ എടുക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഡിലേ അവസാനം ഇനി ഇത് പൊട്ടിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ എടുക്കാൻ ഡിലേ ആവും. നാളെ സൺഡേ അല്ലേ, നാളെ സൺഡേ ഇത് സാറ്റർഡേ ആണ്. സോ ഞാൻ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എപ്പോഴെല്ലാം ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളെന്നോട് ക്ഷമിക്കുക. ഇത് കളറില്ലേ? കളറുണ്ട്.
കണ്ടോ, ഇത് ബ്രോൺസേ കളറാണ്. ഇത് ചെറിയൊരു വീഡിയോയ്ക്കകത്ത് എത്ര കണ്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. കാണുന്നില്ല കേട്ടോ. എൻ്റെ കളർ, എൻ്റെ കൈയും ഈ കളറും ഏകദേശമൊക്കെ സെയിം ആയതുകൊണ്ടാണ് ഒന്നും കാണത്തില്ല. കണ്ടോ, ഇതാണ് കളർ. നല്ല ക്രീമി കേട്ടോ. ഇത് മറ്റേനെ പോലല്ല, അത്ര പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പം ഇത് നല്ലതാണ്. ഇനി എന്നാ ഉള്ള കാണിക്കാൻ? ഇനി 2 ലിപ്സ്റ്റിക്. ഇതാണെങ്കിൽ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കിപ്പം ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാൻ തോന്നാത്തത്. ഇത് ലാക്മേ 925 പ്രൈമർ പ്ലസ് മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് കൈ വരയ്ക്കുന്നു, എഡ്ജി മൂവിങ് ഉണ്ട്. ഇതുപോലത്തെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നേ, അത് മേടിക്കാനായിരുന്നേ. പക്ഷേ അതിനാ റേറ്റ്. ഈ ഷെയ്ഡ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിക്കുക. ഇതാണ് ഷെയ്ഡ്. ഓ മൈ ഗോഡ്, ഇത് ചിലപ്പോൾ എനിക്ക് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഐ ഷാഡോയും ഈ കളറും ഒരേപോലെ അല്ലേ? സത്യത്തിൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ച കളർ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു മെറൂൺ അണ്ടർടോൺ വരുന്നൊരു കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചിലപ്പോൾ എനിക്ക് വാഷ് ഔട്ട് ആവും. സോ ഓക്കെ, നാളെ എന്തായാലും രാവിലെ എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യണം. സോ അന്നേരം ട്രൈ ആക്കി നോക്കാം. അപ്പോൾ അറിയാലോ കളർ പറ്റുമോ. ഇത് വന്നിട്ട് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് അയ്യോ, ലിപ്സ്റ്റിക് അല്ല, ഇത് മസ്കാരയാ. മറന്നുപോയി ഗൈസ്, മറന്നുപോയി. പൊമ്മനോ, കൈ നഖമില്ല. ഞാൻ കണ്ട യൂട്യൂബിൽ നോക്കിയായിരുന്നു, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മസ്കാര. ഇതെന്തോ വലുതോ ഗൈസ്, ഇത് ഭയങ്കര വലുതോ. ഭയങ്കര വലുതാട്ടോ. ഇതൊന്നും അറിയാം, ഞാൻ കയ്യിലിട്ട് നോക്കുന്നത്. കൈ ആകുമ്പോൾ അത്യാവശ്യം കണ്ണിലിട്ട് കാണിക്കാം. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫേസിലിട്ട് കാണിക്കാം കേട്ടോ, കണ്ണിലിട്ട് കാണിക്കാം കേട്ടോ. സോ മാസിൻ്റെ മസ്കാര. ഇതിൻ്റെ റേറ്റ് 229. ഇതിൻ്റെ റേറ്റ് ഇല്ലായിരുന്നു, 499 രൂപ കേട്ടോ. ഇത് ഞാൻ എങ്ങനെ ഇതിടും? 6 ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് മേടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ അത് ഞാൻ ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ വെച്ചാൽ അത് മേടിക്കണ്ട, വേറൊരു കളർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. എഡ്ജി മൂവി. അപ്പോൾ ഞാനിത് പിന്നെ ഇട്ട് കഴിഞ്ഞ് 2026 വരെ ഉണ്ട് മസ്കാര 2026 വരെ ഉണ്ട്. ലിപ്സ്റ്റിക്ക് 2026 വരെ ഉണ്ട്. ലിപ് ബാം 2000. ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഇതിപ്പോൾ മേടിച്ചാണ്. ഡോട്ട് ആൻഡ് കീഴത് 36 മന്ത്സ് യൂസ് ചെയ്യാം. 2023 ഡിസംബറിലായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ 36 മാസം യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ടൈമുണ്ട്. പിന്നെ പറയുമ്പോൾ എല്ലാ പ്രോഡക്ട്സും മാക്സിമം 6 months to 1 year. പ്രത്യേകിച്ച് മേക്കപ്പ് പ്രോഡക്ട്സ്, ഹൈ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കുക. ഇത് ലിപ് ഗ്ലോസ് ആണ്. ഞാൻ മേടിച്ചായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തല്ലോ. പിന്നെ അത് എനിക്ക് ഓർമ്മ, ഞാൻ ചിലപ്പോൾ കാർട്ടിലിട്ടിട്ട് ക്യാൻസൽ അടിച്ചായിരിക്കും എന്ന് വിചാരിച്ച്. കാരണം പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ, ഇതിൻ്റെ പാക്കിംഗ് കണ്ടപ്പോൾ 2 ലിപ്സ്റ്റിക് ആയിരിക്കും. പക്ഷേ ഇത് മസ്കാര പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാൻസൽ അടിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ സന്തോഷമായി. ഇൻസൈറ്റിൻ്റെ ലോങ് വെയർ കളർ പിച്ച് ലിപ് ഗ്ലോസ് ആണ്. ഇത് 85 രൂപയുള്ളൂ ഗൈസ്. 85 രൂപയ്ക്കാണ് ഈ ലിപ്സ്റ്റിക്ക് കിട്ടുന്നത്. 2026 വരെ ഉണ്ട്. കുഞ്ഞതാട്ടോ. ഇത് ഞാനിനി എവിടെ കാണിക്കുന്നത്? എവിടെ സ്പേസാണ്? ഇവിടെ കാണിക്കാതെ. എൻ്റെ ഈ ഷെയ്ഡും ആ ഷെയ്ഡും ഏകദേശം സെയിം അല്ലേ? ഇത് ഞാൻ നേരത്തെ ഡെയിലി ഓഫീസിൽ പോകാൻ വേണ്ടി. ഓ ഗൈസ്, ആങ്ങളെ പെങ്ങൾ വന്നു. ചെറിയ കണക്ഷൻ ഉണ്ട്. ഇത് സെസ് ബ്യൂട്ടിയുടെ. എനിക്ക് എന്നതിന് എന്താണ് ഒരു മണം?
ഇതെന്താ അടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്റ്റ്സ്. സോ ഇതെല്ലാം ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഞാനാണെങ്കിൽ എല്ലാ പ്രോഡക്ട്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഓരോരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ നൈറ്റാണ്, ഇപ്പോൾ സമയം എത്രയായി? 11 മണിയായി. ഇന്നാണെങ്കിൽ ഞാൻ പനി പിടിച്ച് 3 വീക്സ് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ തല വാഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തലയ്ക്ക് നല്ലൊരു സമാധാനമുണ്ട്. കുറേ നാൾക്ക് ശേഷം വാഷ് ചെയ്തപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഭയങ്കര ഇങ്ങനെ തൂവൽ പോലെ ആയിട്ടുണ്ട്. പിന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചേക്കുന്നത്. സോ ആദ്യം അൺബോക്സിങ് ഞാനില്ലേ മുന്നേ നൈക്കയിൽ ഒരു 3000 വിലയുള്ള സ്കിൻ കെയറും മേക്കപ്പൊക്കെ മുന്നേ മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ തമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 2 വർഷം മുമ്പാണ്. ഇതൊക്കെ കാരണം കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല. സോ ദാറ്റ്സ് സെറ്റാണ്. അന്ന് ഞാൻ ആ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ എനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെനിക്കൊരു ക്യാഷ് തിരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കളയണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മളൊരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ മേടിച്ച് അത് അത്യാവശ്യം വിലയാണ്. ഇപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഒട്ടും വിലയില്ലാത്തൊരു സാധനം മേടിച്ചത് കൊള്ളാത്തയായിട്ട് തോന്നിയിട്ട് മറ്റൊരു കൊടുക്കല് നല്ലതാണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമൊന്നുമില്ല. ബിക്കോസ് അന്ന് സിറമും മോയ്സ്ചറൈസറും ഒക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ മുഖത്തെല്ലാം കൂടെ ഓയിലി ആയിട്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. മീൻസ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുകയല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 hour ബിഫോർ നല്ല ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ആവശ്യമൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ അത് വീട്ടിൽ വെച്ച് നശിപ്പിച്ച് കളയാതെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ, അതായത് നമുക്കത് കൊടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട്സിന് കൊടുക്കാം. അവരെങ്കിലും അത് യൂസ് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് കയ്യിൽ ക്യാഷ് ഇല്ലാതെ മേടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കയറുമ്പം ഒരുപാട് പ്രോഡക്റ്റ്സ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് കാണും. നമുക്കത് മേടിക്കണം തോന്നും, പക്ഷേ കയ്യിൽ കാശില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കുറേ നാൾ മുമ്പ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പൈസ കൂട്ടിയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു മേടിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അതിനോട് ഞാൻ ചോദിക്കും, ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവൻ്റെ ക്രെഡിറ്റ് കാർഡിന് മേടിച്ചിട്ട് പിന്നെ ഞാൻ പയ്യെ കുറച്ച് പൈസ ആയിട്ട് കൊടുക്കും. അപ്പം ഒറ്റയടിക്ക് ഒരു വലിയ ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഒരു സ്കിൻ കെയർ ഒക്കെ മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഇച്ചിരി പൈസയാവും. നല്ല പ്രോഡക്റ്റ്സ് നോക്കി മേടിക്കുക. കുറച്ച് പൈസ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ്സ് മേടിക്കുക, കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. പിന്നെ ഇത് കംപ്ലീറ്റ്ലി പേഴ്സണലാണ്. സ്കിൻ കെയർ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. നമുക്കത് യൂസ് ചെയ്യാൻ തോന്നിയാൽ മാത്രം യൂസ് ചെയ്യും. നിങ്ങൾ സ്കിൻ കെയർ യൂസ് ചെയ്തേ പറ്റൂ, അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കല്ലേ, പുറത്തോട്ട് ഇറങ്ങില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇത്രയും നാളും, അതായത് ഞാനിപ്പം സ്കിൻ കെയർ ഇടയ്ക്ക് വീഡിയോസ് ചെയ്യുമ്പോഴേ മാത്രം മിക്കപ്പോഴും ഞാൻ സ്കിൻ കെയർ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. രാവിലെ എണീക്കുക, ഫേസ് വാഷ് ഇടുക, പൗഡർ ഇടുക, ഇതേ ഉള്ളൂ. ഈ നട്ടബ്ര വെയിലത്ത് ഞാൻ മോയ്സ്ചറൈസറോ ഒരു സൺസ്ക്രീനോ ഇടണം. ഇത് ചെയ്യാത്തത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ഓഫ് കോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പേഴ്സണലി എന്തെങ്കിലും വിഷമങ്ങളിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹാപ്പി മൂഡായിരിക്കില്ല. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ തോന്നത്തില്ല. സോ കംപ്ലീറ്റ്ലി നമ്മൾ പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ മേടിച്ചതിന് ശേഷം ഉപയോഗിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള കാര്യം നമ്മൾ ഉടനെ പോയി മേടിക്കണമെന്നൊന്നുമില്ല. കുറച്ച് നാളെ കാട്ടിട്ട് വെച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ പയ്യെ എല്ലാം ഒരുമിച്ച് മേടിക്കേണ്ട. ഓരോരോ മാസം ഓരോരോ സാധനമായിട്ട് മേടിച്ചാൽ മതി. ഓക്കെ. സോ കംപ്ലീറ്റ്ലി പേഴ്സണലാണ്. ഒരു പ്രോഡക്റ്റും ഏത് പ്രോഡക്റ്റ് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണണം ഇന്ന പ്രോഡക്റ്റ് നല്ലതാണ്, ഇന്ന പ്രോഡക്റ്റ് നല്ലതെന്ന് കാണുകയാണെന്ന് പറഞ്ഞ് നിങ്ങളത് മേടിക്കുമ്പം അതൊരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ മേടിച്ച് നോക്കണം ചിന്തിക്കില്ല. നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ഓരോ സ്കിന്നും ഡിഫറെൻറ്റ് ടൈപ്പാണ്. സോ ഏത് രീതിയിൽ വേണമെങ്കിൽ അത് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റ് അലർജിക് ആണെങ്കിൽ അത് യൂസ് ചെയ്യരുത്. ഫേസ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുണ്ട്, പിന്നെ വെയിലത്തിറങ്ങുമ്പോൾ റെഡിഷാണ് സ്കിന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മാക്സിമം ഡോക്ടറിനെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരൊക്കെ പറയുന്ന പോലത്തെ പ്രോഡക്റ്റ്സ് മേടിച്ചാൽ, അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ മേടിച്ച് സ്വന്തം റിസ്കിൽ അത് മേടിച്ച് യൂസ് ചെയ്യുക. അല്ലാതെ ഒരു പ്രോഡക്ട്സും, അത് മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും മറ്റുള്ളവർ ആ വീഡിയോ കാണിച്ചുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോയി നിങ്ങൾ മേടിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ ആ ചേച്ചിയുടെ വീഡിയോസ് ആണെങ്കിൽ ആ യൂട്യൂബറിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ പ്രോഡക്റ്റ് മേടിക്കുക, അതിപ്പോൾ എനിക്ക് അലർജിക് ആയാലും കുഴപ്പമില്ല എന്നുള്ള സ്വന്തം ബോധ്യത്തോടെ മാത്രമേ നിങ്ങൾ ഏത് പ്രോഡക്ട്സും അത് എന്ത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് അലർജിക് ആവും. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൊഫഷൻ കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അലർജിക് ആവാം, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ. സോ ആരെന്ത് പ്രോഡക്റ്റ്സ് മേടിച്ചാലും സ്വന്തം റിസ്കിൽ മേടിക്കുക. അത് ടെസ്റ്റൊക്കെ ചെയ്ത് അലർജിക്കൊന്നും അല്ലാന്ന് വിചാരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. സോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മേടിക്കാൻ തോന്നുന്നു, എനിക്കത് മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്കും ഒരു സമയം വരും അതൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു സമയം വരും. ഞാനും കുറേ നാൾ മുന്നേ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ്സ് വേണം, എനിക്ക് ഈ പ്രോഡക്റ്റ്സ് വേണം, മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ജോലി ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറേ നാൾ വർക്ക് ചെയ്ത് നമ്മൾ പൈസയൊക്കെ കൂട്ടി വെച്ച് കുറച്ച് കുറച്ചായിട്ട് മേടിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ. സോ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.